ഗൈസ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബാക്കി വരുന്ന കേക്ക് വെച്ചിട്ട് എങ്ങനെ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്കൊക്കെ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് ഈ കേക്ക് ഒന്ന് വെച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നമ്മൾ ആദ്യം പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായതിനു ശേഷം മാത്രം നമുക്ക് വീണ്ടും 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു കട്ടിയുള്ള പഞ്ചസാര സിറപ്പ് പോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിൻ്റെ മീതെ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ പഞ്ചസാര സിറപ്പൊക്കെ ആ കേക്കിലേക്ക് നല്ലോണം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ, 1 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ അതേപോലെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക കേട്ടോ. കാരണം നമ്മൾ എല്ലാ സമയത്തും പഞ്ചസാര ചേർക്കുന്നുണ്ട്, അപ്പോൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 1 കപ്പ് പാല് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുറുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം കേട്ടോ. ബട്ടറും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് കേക്കിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരയുടെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എല്ലാത്തിലും നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്, അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഇനി ഇത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓവനിൽ, ഈ ബ്രാൻഡാണ് കേട്ടോ എടുക്കുന്നത്, ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഇത് മെൽറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം. ഇതാ മെൽറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾക്ക് അല്പം പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർക്കാം ഇതിൻ്റെ കൂടെ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ട്രേയിലേക്ക് ഇത് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതെയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ.
ഇനിയിപ്പം ഇത് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ഒരു അരമണിക്കൂർ സെറ്റ് ആവണം. അതിന് ശേഷം നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നട്ട്സോ അല്ലെങ്കിൽ ആൽമണ്ട്സോ ഒക്കെ നിങ്ങളടുത്ത് ഏതാണോ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ മക്കളുടെ തിരക്ക് കാരണം 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അപ്പോൾ കുറച്ച് സെറ്റ് ആവാതെ വന്നിട്ടുണ്ട്, കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ